ഗൈസ് ഇന്ന് നമുക്കൊരു ഫേസ് പാക്ക് ആയാലോ. ഇന്ന് നോക്കിയപ്പോൾ മുഖം ഫുൾ ഡള്ള. അപ്പം എന്തെങ്കിലും വെച്ച് സ്ക്രബ് ചെയ്യാൻ നോക്കിയപ്പോൾ സ്ക്രബ് ഒന്നും കയ്യിലില്ല. സോ നമ്മുടെ നാച്ചുറൽ സ്ക്രബായിട്ടുള്ള പഞ്ചസാര എടുത്തു. പഞ്ചസാര ഡയറക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്താൽ മുറിയും. സോ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു, അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്തില്ല. ഇത്രയും ഫാസ്റ്റ് ആയിട്ടൊന്നുമില്ല ഗൈസ്, സ്പീഡ് ഇട്ടേക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് കറക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ ഇത് ചെയ്ത കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് സ്ക്രബ് ചെയ്യണം, കയ്യിൽ വേറെ സ്ക്രബൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. മൂക്കിലെ കാരയൊക്കെ പോകാൻ ഭയങ്കര അടിപൊളി ഒരു സാധനം കേട്ടോ. ഇത് ഞാൻ മുഖത്ത് മാത്രം തുടയ്ക്കുന്ന ഒരു ടവലാണേ. പിന്നെ പാക്കിനായിട്ട് ഞാൻ അതിനകത്ത് എടുത്തേക്കുന്ന മുട്ടയുടെ വെള്ള കേട്ടോ. അതിനകത്തേക്ക് നമ്മുടെ കാപ്പിപ്പൊടിയും പിന്നെ മഞ്ഞൾ കടയിൽ നിന്ന് മേടിച്ചേക്കുന്ന മഞ്ഞളാണെങ്കിൽ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ അതാ എടുത്തത്. ഈ മൂന്നും കൂടെ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് ഇതിപ്പോൾ ഏകദേശം ഇടയ്ക്ക് വെച്ച് വൈറലായിട്ടുള്ളൊരു മാസ്ക് ആയിരുന്നേ. അങ്ങനെ ഇത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തു, കൈവച്ച് തന്നെ അപ്ലൈ ചെയ്തു. വേറെ ബ്രഷും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തു. ബാക്കി വരുന്നത് കാലിലും കയ്യിലൊക്കെ ഞാൻ വരിപ്പറക്കി ഇടും, കാരണം ഇത് നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അതിന് ശേഷമുള്ള പ്രക്രിയയാണ് ഗൈസ് എൻ്റെ മേളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക എന്നുള്ളത്. ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വന്നപ്പോൾ ഏതൊക്കെയോ രീതിയിലായിപ്പോയി ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ഏതാണ്ടൊക്കെ പോലെ തോന്നി. പിന്നെ ഞാനതങ്ങനെ ഒട്ടിച്ച് വെച്ച് നമുക്ക് നോക്കാമല്ലോ ഇത് എങ്ങനെ ഇളക്കണം, താഴെ നിന്നാണോ മേളിൽ നിന്നാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അത് ഒട്ടിച്ച് വന്നപ്പോൾ എൻ്റെ കോല ഇതായിരുന്നേ. ഉണങ്ങിയതിന് ശേഷം ഞാനിത് ഇളക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു. അതിനകത്തുനിന്ന് ഇച്ചിരി ഇളകി വരാൻ എനിക്ക് ഇച്ചിരി ഒരുപാട് പെട്ടു. എന്നാലും പതിയെ ഞാനിതെല്ലാം അങ്ങ് ഇളക്കി ഗൈസ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, കാരണം ഇത് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടത് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഇത് ഫുൾ ഞാനൊന്ന് ഇളക്കി കർത്താവ് ഇതിപ്പോൾ നല്ല രീതിയിൽ പേടിച്ചു പോയി. എൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞ് ഗൈസ് അതിനകത്ത് വലിച്ചിറക്കിയപ്പോഴത്തേ. പക്ഷെ കഴുകിയപ്പോൾ എനിക്ക് നല്ലൊരു ഇൻസ്റ്റൻ്റ് ഒരു വ്യത്യാസം ഫീൽ ചെയ്ത്. ഇത് ഞാൻ മുഖം മാത്രം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടവലാണ്. ബൈ ഗൈസ്, താങ്ക് യു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഗൈസ്, താങ്ക് ഫോർ വാച്ചിങ്.